Hello guys, Plus 2 Physics Electric Charges and Fields എന്ന ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വേരിയസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വേരിയസ് charge distribution. വിവിധ തരത്തിലുള്ള ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ആദ്യമേ പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്, രണ്ടാമത് ഡിസ്കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്, മൂന്നാമതായിട്ട് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇതിൽ ആദ്യ ഭാഗമായിട്ടുള്ള പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പഠിച്ചിരുന്നു. പോയിന്റ് ചാർജ് മൂലം r ദൂരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ kq/r² എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. അതിനുശേഷമുള്ള ഡിസ്കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അടുത്തത് മൂന്നാമത്തത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് ബോർഡിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് കൂടാതെ തന്നെ ഗോസ് ലോ പഠിക്കുന്ന സമയത്ത് ഈ പാഠത്തിന്റെ തന്നെ അവസാന ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് ഗോസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഗോസ് ലോ പഠിക്കുന്ന സമയത്തും നമ്മുടെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായി മാറും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പോയിന്റ് ചാർജും അവസാനത്തെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുമായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഡിസ്കണ്ടിന്യൂസ് എന്താന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു നൽകുകയും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് പോയിന്റ് ചാർജിനെ കുറിച്ച് നോക്കാം. പോയിന്റ് ചാർജിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞാണ്, എങ്കിലും ഒരിക്കൽ കൂടി നോക്കാം. അപ്പോ പോയിന്റ് ചാർജ് ആദ്യം തന്നെ പോയിന്റ് ചാർജ്. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ Q എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ചാർജിൽ നിന്നും r ദൂരത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ് വെക്ടർ E = kq/r². എന്താണ്? നമ്മുടെ പോയിന്റ് ചാർജ് ആയ Qയിൽ നിന്ന് r അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ P യിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = kq/r² ആണ്. ഇവിടെ E എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അതുകൊണ്ട് തന്നെ ഇയും ആറും കൂടെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലോ, ഇയുടെയും ആറിന്റെയും കൂടെ E വേഴ്സസ് x ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. വെക്ടർ E വേഴ്സസ് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ Q എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കരുതിയിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ഞാൻ പറഞ്ഞു P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് ആയ Q0 വെക്കുകയാണെങ്കിൽ, ടെസ്റ്റ് ചാർജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ടെസ്റ്റ് ചാർജ് വെക്കുകയാണെങ്കിൽ ഇത് ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുന്നത്, അതായത് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അപ്പോ ഇതായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഫോഴ്സിന്, അഥവാ ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിലും. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ആ പോസിറ്റീവ് ചാർജിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, റേഡിയലി ഔട്ട്വേർഡ്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതേസമയം ഒരു നെഗറ്റീവ് ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമല്ലോ, ഒരു നെഗറ്റീവ് പോയിന്റ് ചാർജിന് ഉദാഹരണം ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിനെ ആകർഷിക്കപ്പെടും. ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിനെ ആകർഷിക്കപ്പെടും ഈ നെഗറ്റീവ് ചാർജിലേക്ക്.
അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ റേഡിയലി ഔട്ട്വേർഡ്സും നെഗറ്റീവ് ചാർജിന്റെ റേഡിയലി ഇൻവേർഡ്സും. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇതങ്ങ് മായ്ക്കുക, ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഈ ക്യൂ എന്ന് പറയുന്ന പ്ലസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജിന്റെ ആറ് അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ പോയിന്റ് ചാർജിനെ നമ്മളൊരു സ്പിയറിന്റെ രൂപേണയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടൊരു ആറ് അകലത്തിൽ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ഡയറക്ഷനിലും ആറ് അകലത്തിൽ പി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ പി ഡാഷ് എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ പി ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ സ്ക്വയർ അല്ലേ? ഈ ഡയറക്ഷനിലെ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണല്ലോ. അതേ കൂട്ട് തന്നെ ആറ് അകലത്തിൽ താഴോട്ടും ഒരു പോയിന്റ് കാണാം. ആറ് അകലത്തിൽ താഴോട്ടും ഒരു പോയിന്റ് കാണുമ്പോൾ ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കുമല്ലോ. അതേ കൂട്ട് തന്നെ എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് ഓരോ ഡയറക്ഷനിലേക്ക് ഇവിടുന്ന് മുകളിലോട്ട് ആറ് അകലത്തിൽ ഒരു പോയിന്റ് വരയ്ക്കുകയാണെങ്കിൽ അവിടെയും കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും, കെ ക്യൂ ബൈ ആർ സ്ക്വയർ. അങ്ങനെ ഇനിയിപ്പോ ഡയഗണലായിട്ട് വരയ്ക്കുന്ന അവസരത്തിൽ അങ്ങനെ ഓരോ പോയിന്റിലും ഈ സ്പിയറിന് ചുറ്റും നമ്മളൊരു റേഡിയസ് ആർ അകലത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഓരോ പോയിന്റുകളിലും ഇതിപ്പോ ഒരു സ്പിയർ ആണ്, ഈ സ്പിയറിന് ചുറ്റും ആറ് അകലത്തിൽ നമ്മൾ എവിടൊക്കെ പോയിന്റുകൾ വരയ്ക്കുന്നോ ആ പോയിന്റുകളിലെ എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതും കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. അതായത് ഈ സ്പിയർ, ഈ പോയിന്റ് ചാർജിന് ചുറ്റും നമ്മൾ ആർ റേഡിയസിൽ ഒരു സ്പിയർ വരയ്ക്കുക, ഒരു സ്പിയറിന്റെ സർഫസ് വരയ്ക്കുകയാണെങ്കിൽ ആ സർഫസിലെ ഉള്ള എല്ലാ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയൽ ഫീൽഡ്. എന്താണ്? റേഡിയൽ ഫീൽഡ്. അതുകൂടാതെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഓരോ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് വ്യത്യാസമുണ്ട്. അതായത് ഈ പോയിന്റിലുള്ളപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരുന്നു, ഈ പോയിന്റിൽ വന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണെങ്കിൽ ഡയറക്ഷന് വ്യത്യാസമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ദിശയിലോട്ടാണ്, അതേകൂട്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. അങ്ങനെ ഓരോ പോയിന്റിൽ വരുമ്പോഴും ഡയറക്ഷന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ തന്നെ ഡയറക്ഷൻ വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ ഒരു വെക്ടർ ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു വെക്ടർ ഫീൽഡിന് ഉദാഹരണമാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഈ ആറ് അകലത്തിൽ ഒരു സ്ഫിയർ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ഫിയറിന്റെ സർഫസിലെ ഓരോ പോയിന്റിലും കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ആറാണ് സ്ഫിയറിന്റെ റേഡിയസ് എങ്കിൽ ആ സ്ഫിയറിലെ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റേഡിയൽ ഫീൽഡ് എന്ന് വിളിച്ചു. അതേ കൂട്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കും സ്ഫെറിക്കലി സിമെട്രിക് ഫീൽഡ്. സ്ഫെറിക്കലി സിമെട്രിക് ഫീൽഡ്. എന്തുകൊണ്ടാണ് സ്ഫെറിക്കലി സിമെട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്? കാരണം ഇപ്പൊ ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒബ്സർവറാണ്. ഞാൻ ഇവിടെ നിന്ന് ഈ ചാർജിനെ വീക്ഷിക്കുന്ന അവസരത്തിൽ ഈ ചാർജിന്റെ ചുറ്റിനും ആറ് അകലത്തിൽ ഒരു സ്പിയർ ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ആറ് അകലത്തിൽ ഒരു സ്പിയർ ഉണ്ടെങ്കിൽ ആ സ്പിയറിലെ ഓരോ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വ്യത്യസ്തമാണെങ്കിലും മാഗ്നിറ്റ്യൂഡ് കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സ്ഫെറിക്കലി സിമെട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം, പോസിറ്റീവ് ചാർജിന് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, നെഗറ്റീവ് ചാർജിന് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പോയിന്റ് ചാർജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വേരിയസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നതിൽ ആദ്യം നമ്മൾ പഠിച്ചത് പോയിന്റ് ചാർജിനെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് പോയിന്റ് ചാർജുകളെ കുറിച്ച് മാത്രമല്ല പറയാനുള്ളത്. ഒരു ചാർജ്ഡ് ബോഡി ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്സ്, നെഗറ്റീവ് ആണെങ്കിൽ റേഡിയലി ഇൻവേർട്സ്. ആ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, മറ്റ് ചിന്തിച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ ഈ ബോഡിയിൽ നിന്ന് ആറ് അകലത്തിൽ ഒരു പോയിന്റ്, ഈ പോയിന്റ് ആറ് അകലത്തിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ചാർജ്ഡ് ബോഡി മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
നമുക്ക് ഈ k⁴/r² എന്ന് പറയുന്ന ഫോർമുല ഇറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ പോയിന്റ് ചാർജസ്. അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി അതൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യുക. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വേരിയസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ അടുത്തത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കുന്നത്. ഡിസ്കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തേത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തേത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇവ മൂന്നും എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള ഒരു ചെറിയ ഐഡിയ ഞാൻ നൽകാം. ഇപ്പോ ഇതൊരു ചാർജ്ഡ് ബോഡി ആണെന്ന് കരുതുക. ഞാൻ ഈ ബോഡിക്കകത്ത് ഞാൻ Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊടുത്തെന്ന് കരുതുക. അപ്പൊ ഈ ബോഡിയുടെ ചാർജ് Q ചാർജ് ആണ്. ഈ Q ചാർജ് ഉള്ള ഈ ബോഡിയിൽ നിന്നും R അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് കരുതുക. R അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇതുവരെ പഠിച്ച മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കുകയില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് ഈക്വൽ ടു k⁴/r² എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവർ ആൻസർ ഈസ് റോങ്. അങ്ങനെയല്ല അത് ചെയ്യുന്നത്, അതിന് വേറെ മെത്തേഡ് ആണ് ഉള്ളത്. അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q എന്ന് പറയുന്ന ചാർജ് ഞാൻ യൂണിഫോം ആയിട്ട് ഈ ഒരു ബോഡിയിൽ, ചാർജ്ലെസ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ ഞാൻ യൂണിഫോം ആയിട്ട് ഈ Q എന്ന് പറയുന്ന ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷനെയാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചാർജ് കാണും, മറ്റു ചില സ്ഥലങ്ങളിൽ ചാർജ് ഇല്ലാത്ത അവസ്ഥ വരും. അതിനെയാണ് ഡിസ്കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മുടെ ടോപ്പിക്കിൽ ഇല്ല. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിൽ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ മൂന്നായി തരംതിരിച്ച് പഠിക്കുന്നു. അതിൽ ആദ്യത്തേതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ വൺ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഓരോ സബ് പോയിന്റ് ആയിട്ട് എഴുതാം. വൺ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനകത്തിലായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ചാർജ്ഡ് വയർ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വയറിന് ഇച്ചിരി തിക്നെസ് കൂട്ടിയായിരിക്കാം. ഒരു ചാർജ്ഡ് വയറിനകത്ത് Q ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇതിനെയാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ലീനിയർ ഒബ്ജക്റ്റ്, ഒരു വൺ ഡയമെൻഷനൽ. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എപ്പോഴും ഓർത്തിരിക്കാൻ, ഞാൻ ഡയമെൻഷൻ ഇവിടെ പറയാൻ കാരണം ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് തരുന്ന ചില ഫിഗറുകൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതോ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആ അവസരങ്ങളിൽ നമ്മൾ ഡയമെൻഷൻ അറിഞ്ഞിരിക്കാമെങ്കിൽ, ഇപ്പൊ ആ ഷേപ്പിന്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വയറിനകത്തിൽ നമ്മൾ ചാർജ് കൊടുക്കുന്നു. അപ്പൊ അതൊരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ഉദാഹരണമാണ്. അതേകൂട്ട് തന്നെ ഒരു റിങ്, ഒരു സർക്കുലാർ റിങ്ങിനകത്ത് നമ്മൾ ചാർജ് കൊടുക്കുന്നു. ഒരു സർക്കുലാർ റിങ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആ സർക്കുലാർ റിങ്ങിന് തിക്നെസ് കൂട്ടി വരച്ചത്. അപ്പൊ ഒരു സർക്കുലാർ റിങ്ങിനകത്ത് നമ്മൾ Q ചാർജ് കൊടുക്കുന്നു. അപ്പൊ അതും ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ഉദാഹരണമാണ്. അപ്പൊ ഇതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി
അപ്പൊ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഇതിന്റെ ലെങ്ത് L ആണെന്ന് കരുതുക, ഈ കണ്ടക്ടിങ് വയറിന്റെ ലെങ്ത് L ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ, കാരണം ഞാനിത് പറയാൻ കാരണം ഇതിന്റെ മൈക്രോസ്കോപ്പിക്, നമ്മൾ ഇതുവരെ പഠിച്ചത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് നമുക്കറിയാം ഒരു ബോഡിയിലുള്ള ചാർജുകൾ എപ്പോഴും NEയോട് തുല്യമായിരിക്കും. Q is equal to NE എന്നാണ് നമ്മൾ ക്വാണ്ടൈസേഷനകത്തിൽ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു വലിയ വയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളം എക്സസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ധാരാളമായി കാണും. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിക് ലെവലിൽ ചെന്ന് ഇലക്ട്രോൺസ് എണ്ണിയെടുക്കാൻ സാധ്യമല്ല. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ ലാംഡ കൊണ്ട് സൂചിപ്പിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഓഫ് ദിസ് ബോഡി ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. അതിനെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ലാംഡ എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? ക്യൂവിന്റെ യൂണിറ്റ് എന്താണ്? കുളം. പെർ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പൊ കുളം പെർ മീറ്റർ ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. ഇതിനെ നമ്മൾ കാൽക്കുലസിന്റെ ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു dQ ബൈ DL എന്ന് എഴുതാം. ഇവിടെ നിന്ന് dQ ഈസ് ഈക്വൽ ടു ലാംഡ DL എന്നും എഴുതാം. ഇതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ കാൽക്കുലസിന്റെ ഭാഷയിലോട്ട് ഇതിനെ മാറ്റുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു dQ ബൈ DL എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി അഥവാ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. ഇതിന്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് നമ്മൾ വൈകാതെ തന്നെ ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ കാണും. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ബോർഡിന് വേണ്ടി മാത്രം പഠിക്കുകയാണ് അഥവാ കോൺസെപ്റ്റ് മാത്രം, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കേരള സിലബസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അറിഞ്ഞിരിക്കുന്നത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് NCERT-യിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഗോസ് ലോ വളരെ എളുപ്പകരമാക്കി തീർക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. അടുത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കൂട്ട് തന്നെ നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ കൂട്ട് തന്നെയാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് 2D ആണ്. 2 ഡയമെൻഷണൽ ഷേപ്സിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവസരങ്ങൾ. അതായത് ഒരു ഉദാഹരണത്തിന് ഒരു ഷീറ്റ്, ഉദാഹരണം ഒരു അലൂമിനിയം ഷീറ്റ്. ഒരു അലൂമിനിയം ഷീറ്റിനകത്തിൽ ഒരു Q ചാർജ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. ഈ അലൂമിനിയം ഷീറ്റിൽ Q ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. ഈ അലൂമിനിയം ഷീറ്റിന്റെ ഏരിയ A ആണെന്നും കരുതുക. അപ്പോൾ ഈ അലൂമിനിയം ഷീറ്റിൽ ചാർജിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ ഒരു ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അതിനെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും. എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും. സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ സിഗ്മ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? സിഗ്മ കൊണ്ടാണ്. ഇവിടെ ഈ സിമ്പിളിനെ നമ്മൾ ഗ്രീക്ക് സിമ്പിൾ ആണ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഡ. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L. ഇവിടെ ഈ സിമ്പിളിനെ നമ്മൾ സിഗ്മ എന്ന് വിളിക്കും. അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ ചെയ്ത് കൂട്ട് തന്നെ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ, ഇവിടെ 1 ഡയമെൻഷനൽ ആയതുകൊണ്ട് ലെങ്ത്, ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം 2 ഡയമെൻഷനൽ. അപ്പൊ 2 ഡയമെൻഷനൽ വരുമ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ ഈ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് A ആണ്. അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു Q ബൈ A. ഇതിനെയും കാൽക്കുലസിന്റെ ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു dQ ബൈ dA എന്നൊക്കെ എഴുതാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ ലീനിയർ ചാർജ് ഒരു വയർ ആകാം അല്ലെങ്കിൽ ഒരു സർക്കിൾ ആകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു സർക്കിളിന്റെ
സർക്കംഫറൻസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ആകാമെന്ന് പറഞ്ഞു. ഇവിടെ അതേ കൂട്ട് തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്പിയറിന്റെ സർഫസ്. നമ്മൾ വിചാരിക്കും സ്പിയർ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് അല്ലേ, പിന്നെ എന്തുകൊണ്ട് അതിനെ നമ്മൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ വെക്കുന്നില്ല? സ്പിയറിനെ നമ്മൾ ആ സ്പിയർ ഹോളോ അല്ലെങ്കിൽ, അതായത് സ്പിയർ പൊള്ളയല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ബോൾ, നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങുന്ന ഐസ്ക്രീം ബോളിനകത്തെ ഐസ്ക്രീം തിന്നതിന് ശേഷം അതിന്റെ ഉള്ള് പൊള്ളയാണ്, ഹോളോ ആണ്. അപ്പൊ ആ സർഫസ് മാത്രമാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അങ്ങനെയുള്ള ഒരു സർഫസ് ആണെങ്കിൽ, അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സ്പിയർ ആണെങ്കിൽ, ഹോളോ സ്പിയർ ആണെങ്കിൽ, അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ വരും. അതേ സംബന്ധിച്ച് നമ്മുടെ ഷോർട്ട് പുട്ടിന്റെ ബോൾ ഉണ്ടല്ലോ, അതിന്റെ ഉള്ള് ഹോളോ അല്ല, അത് ഫിൽഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ വരും. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിയർ വരുന്ന അവസരത്തിൽ, ഇപ്പൊ ഒരു സ്പിയർ വരികയാണ്, ആ സ്പിയറിന്റെ റേഡിയസ് r ആണെന്നും കരുതുക. അങ്ങനെ r സ്പിയർ ഉള്ള ഒരു ഏരിയ, r ആണ് ഈ സ്പിയറിന്റെ റേഡിയസ് എങ്കിൽ നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ എങ്ങനെ എഴുതാം? സർഫസ് ഏരിയ is equal to 4πr² എന്ന് എഴുതാമല്ലോ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് r ആണ് റേഡിയസ് എങ്കിൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന 4πr². അങ്ങനെയാണെങ്കിൽ ഈ സ്പിയറിന്റെ ചാർജ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ is equal to q/4πr² എന്ന് എഴുതിക്കൂടായോ? ഇതിനകത്തിൽ q ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സ്പിയറിനകത്തിൽ q ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്പിയറിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ is equal to q/4πr² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ is equal to q/a, അഥവാ കാൽക്കുലസിന്റെ ലാംഗ്വേജിൽ സിഗ്മ is equal to dq/dA. അപ്പോൾ നമ്മൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും പഠിച്ചു, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും പഠിച്ചു. ഇനി നമുക്ക് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ട് തന്നെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് 3 ഡയമെൻഷണൽ കേസാണ്. ഉദാഹരണത്തിന് ഒരു ബോക്സ്, ഒരു 3 ഡയമെൻഷണൽ ബോക്സ്, ഇതൊരിക്കലും ഹോളോ ആയിരിക്കരുത്, ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. ഫിൽഡ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ബോക്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒരു ഷോർട്ട് പുട്ടിന്റെ കൂട്ടത്തെ ഒരു സ്പിയർ, അതായത് ഉള്ള ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്പിയർ, ഹോളോ സ്പിയർ ആയിരിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ വോളിയം ചാർജ്, ഈ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനകത്തിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ വോളിയം ചാർജ് ഡെൻസിറ്റി വരും. വോളിയം ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ റോ എന്നൊരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതും ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്, റോ ഈസ് ഈക്വൽ ടു, ഇവിടെ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ 1 ഡയമെൻഷനിൽ വന്നപ്പോൾ ലെങ്ത് ആയിരുന്നു, 2 ഡയമെൻഷനിൽ വന്നപ്പോൾ ഏരിയ, അപ്പോൾ 3 ഡയമെൻഷനിൽ വരുമ്പോൾ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു q/v എന്ന് വരും. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആയി, വോളിയം ചാർജ് ഡെൻസിറ്റി ആയി. ഇനി ഇത് മായ്ച്ചതിന് ശേഷം ഞാൻ അതൊന്ന് വൃത്തിയായിട്ട് എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ രണ്ടാമത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ നമ്മൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിൽ ആദ്യത്തത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതിൻ്റെ സിമ്പൽ ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു q/l, q/ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, അഥവാ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 1 ഡയമെൻഷണൽ ബോഡി. ഇതിനെ കാൽക്കുലസിൻ്റെ ഭാഷയിൽ dq/dl എന്ന് എഴുതും. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളം പെർ മീറ്റർ ആണ്. രണ്ടാമത്തേത് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ സിഗ്മ എന്ന ഗ്രീക്ക് സിമ്പിൾ കൊണ്ട് സൂചിപ്പിച്ചു. സിഗ്മ ഈസ് ഈക്വൽ ടു q/ഏരിയ, കാൽക്കുലസ് ലാംഗ്വേജിൽ dq/dA. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ അവിടെ പറഞ്ഞില്ലായിരുന്നു, യൂണിറ്റ് കുളമ്പ് ബൈ ഏരിയയുടേത് മീറ്റർ സ്ക്വയർ, അപ്പോൾ കുളം പെർ മീറ്റർ സ്ക്വയർ. മൂന്നാമത്തത് വോളിയം ചാർജ്
ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ റോ എന്ന ഗ്രീക്ക് സിമ്പിൾ കൊണ്ട് സൂചിപ്പിച്ചു. റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളം പെർ മീറ്റർ ക്യൂബ് ആണ്, വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ്. അപ്പോൾ കുളം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി ഇതുവരെ ചർച്ച നടന്നില്ല. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് നമ്മളൊന്ന് നോക്കിയത്. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ആ മൂന്ന് കാര്യങ്ങളിനകത്തിൽ നമ്മൾ ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റി, ഓരോന്നിൻ്റെയും ചാർജ് ഡെൻസിറ്റിയും പഠിച്ചു. ഇനി ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ചർച്ചയിൽ വരുന്ന വിഷയങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആദ്യമേ നോക്കാം. നമ്മുടെ മൂന്ന് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ലീനിയർ, സർഫസ്, വോളിയം, ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇതൊരു ചാർജ്ഡ് ബോഡി ആണെന്ന് കരുതുക. അപ്പോൾ ഈ ഇതിനകത്തിൽ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണ് നമ്മൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചാർജ്ഡ് ബോഡിയാണ്. ഈ ചാർജ്ഡ് ബോഡി മൂലം R അകലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, R അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ ഈ Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഈ ചാർജ്ഡ് ബോഡിയിൽ നിന്നും ഒരു ചെറിയ എലമെന്റ്, ഒരു വളരെ സ്മോൾ എലമെന്റ് കാണുന്നു, ഒരു വെരി സ്മോൾ എലമെന്റ്, ആ എലമെന്റിന്റെ ചാർജ് dq ആണെന്ന് കരുതുക. അപ്പോൾ വളരെ ചെറിയ എലമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെ ചെറിയൊരു ചാർജ് ആയ dq ആയിരിക്കും കാണുന്നത്. അങ്ങനെ വളരെ ചെറിയൊരു ചാർജ് ആണ് dq ഉള്ളത് കൊണ്ട് തന്നെ ആ dqനെ നമുക്കൊരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വളരെ ചെറിയ ഈ ചാർജ്ഡ് ബോഡിയിൽ നിന്നും വളരെ ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്യുന്ന അവസരത്തിൽ ആ എലമെന്റിനകത്ത് വളരെ ചെറിയൊരു ചാർജ് ആയിരിക്കും കാണുന്നത്, എ വെരി സ്മോൾ ചാർജ്, ആൻഡ് ദിസ് വെരി സ്മോൾ ചാർജ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോയിന്റ് ചാർജ്. ഈ വളരെ ചെറിയ ചാർജ് ഒരു പോയിന്റ് ചാർജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ dq എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന സ്മോൾ ചാർജ് മൂലം R അകലത്തിൽ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K പോയിന്റ് ചാർജ് dq ബൈ R സ്ക്വയർ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചാർജ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. ആ വളരെ ചെറിയ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ DE എന്നെഴുതി. അപ്പോൾ വളരെ ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K dq ബൈ R സ്ക്വയർ, അഥവാ DE ഈസ് ഈക്വൽ ടു K dq ബൈ R സ്ക്വയർ. dq എന്ന് പറയുന്ന വളരെ ചെറിയൊരു ചാർജ്, DE എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ ഈ ഫുൾ ബോഡി ഉണ്ടാക്കുന്ന ചാർജ് നമ്മളപ്പോ ഓരോ സ്മോൾ dq ഓരോരുത്തടുത്തായിട്ട് അടുത്ത dq ഇവിടെ കൺസിഡർ ചെയ്യും, അടുത്ത dq ഇവിടെ കൺസിഡർ ചെയ്യും, അങ്ങനെ ഓരോ dq നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ സമ്മേഷൻ നടത്തും. ആ സമ്മേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഇന്റഗ്രൽ DE ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ K dq ബൈ R സ്ക്വയർ. K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിൽക്കുമല്ലോ. അപ്പോൾ K ഇന്റഗ്രൽ dq ബൈ R സ്ക്വയർ. അപ്പോൾ K ഇന്റഗ്രൽ dq ബൈ R സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നത്. ഇന്റഗ്രൽ DE ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു K ഇന്റഗ്രൽ dq ബൈ R സ്ക്വയർ. ഈ ചാർജിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഉചിതമായിട്ടുള്ള ലിമിറ്റും ഇട്ട് കൊടുക്കുക. അത് നമ്മൾ വൈകാതെ ചർച്ച ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ജനറൽ മെത്തേഡ്. ഏതാണോ നമ്മുടെ ചാർജ്ഡ് ബോഡി, സർഫസ് ആണോ, ലീനിയർ ആണോ, വോളിയം ആണോ, അതിൽ നിന്നൊരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യും. അതിനുശേഷം ഇന്റഗ്രേഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. ഇനി നമുക്ക് നമ്മുടെ മെത്തേഡിലേക്ക് മടങ്ങി വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. ആദ്യം തന്നെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു സോളിഡ് സ്പിയർ, അതായത് ഉള്ളു പൊള്ളയല്ലാത്ത, ഉള്ളു ഹോളോ അല്ലാത്ത ഒരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു.
ഈ സ്ഫിയറിനകത്തിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. എ ചാർജ് ക്യൂ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സ്ഫിയർ ഓഫ് വോളിയം വി. ഈ സ്ഫിയറിന്റെ വോളിയം വി ആണെന്നും കരുതുക. അപ്പൊ വി വോളിയം ഉള്ള ഒരു സ്ഫിയറിനകത്തിൽ ക്യൂ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിൽ നിന്ന് r അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന പോയിന്റിൽ ഈ സ്ഫിയർ, ഈ ചാർജ്ഡ് സ്ഫിയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെറിയൊരു എലമെന്റ്, ഒരു സ്മോൾ എലമെന്റ് ഡി ക്യു കൺസിഡർ ചെയ്യും. അപ്പൊ ഡി ക്യു ഒരു പോയിന്റ് ചാർജ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ ഡി ക്യു പിയിൽ ഉണ്ടാക്കുന്ന ചെറിയ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ DE എന്ന് വിളിക്കും. അപ്പൊ DE ഈസ് ഈക്വൽ ടു കെ. ഈ നമ്മൾ കെ എന്ന് പറയുമ്പോൾ കെ ആരാന്ന് ഓർമ്മ വേണം. കെ ഈസ് ഈക്വൽ ടു 1/4πε0. പുള്ളിക്കാരനെ മറന്നു പോകരുത്. അപ്പൊ DE ഈസ് ഈക്വൽ ടു കെ ഡി ക്യു ബൈ ആർ സ്ക്വയർ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തുവരെ നമ്മൾ പഠിച്ചത്? കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഇവിടെ ഞാൻ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ എന്നൊക്കെ മാറി എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. രണ്ടും പോയിന്റ് ചാർജിന്റെ സിമ്പൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞു കൂട്ടുന്നത്. അപ്പോൾ വെക്ടർ ഡി ഈസ് ഈക്വൽ ടു കെ ഡി ക്യൂ ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ ഓരോ ഡി ക്യൂ ഓരോ പോയിന്റിൽ കൺസിഡർ ചെയ്തതിന് ശേഷം മൊത്തത്തിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ആ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ DE ഈസ് ഈക്വൽ ടു കെ ഡി ക്യൂ ബൈ ആർ സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഈ ഫുൾ വോളിയം ആയിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഫുൾ വോളിയം എത്രയാണ്? V. അപ്പൊ ഈ ഫുൾ വോളിയത്തെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമെന്ന് കാണിക്കാനാണ് ഈ V ഇവിടെ ലിമിറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 0 to V എന്ന് നമുക്ക് ഇടാം. ജനറൽ ആയിട്ട് V എന്ന് ഇട്ടാൽ മതിയാകും. അപ്പോ DE ഈസ് ഈക്വൽ ടു K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിൽക്കും. ഇന്റഗ്രൽ V DQ ബൈ ആർ സ്ക്വയർ. ഈ DQ എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് നമ്മൾ ക്വാണ്ടൈസേഷനകത്തിൽ പഠിച്ചത്, Q ഈസ് ഈക്വൽ ടു NE എന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എണ്ണിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചത്. അപ്പൊ Q ഈസ് ഈക്വൽ ടു NE ഒന്നും നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് ഇവിടെ വേണ്ടത് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തിൽ പറഞ്ഞ എന്തായിരുന്നു? ഇവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി ആയിട്ടുള്ള റോ ഈസ് ഈക്വൽ ടു DQ ബൈ DV എന്ന് എഴുതിക്കൂടായോ? വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു DQ ബൈ DV കാൽക്കുലസിന്റെ ലാംഗ്വേജിൽ. അങ്ങനെയാണെങ്കിൽ DQ എന്താണ് അവിടെ നിന്ന്? DQ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു DV. അപ്പോ DQ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു DV. അപ്പൊ ഇവിടെ K കോൺസ്റ്റന്റ്, DQന് പകരം നമുക്ക് ആരെ എഴുതാം? റോ DV ബൈ ആർ സ്ക്വയർ എഴുതിക്കൂടായോ? അപ്പൊ ഈ റോയും കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ വരും. അപ്പോ K റോ എന്ന് പറയുമ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം ഇന്റഗ്രേറ്റ് ചെയ്യണം DV ബൈ ആർ സ്ക്വയർ. അപ്പോ ഈ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോ ഒരു സ്ഫിയർ മൂലം, ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു സ്ഫിയർ മൂലം r അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ ആ Pയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K റോ DV ബൈ ആർ സ്ക്വയർ. ഇന്റഗ്രൽ വോളിയം, ഫുൾ വോളിയം ഇന്റഗ്രേറ്റ് ചെയ്ത് DV ബൈ ആർ സ്ക്വയർ ആണ് നമുക്ക് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം രണ്ടാമത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഇതൊന്ന് തുടയ്ക്കുക. നമ്മൾ ഈ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. റഫായിട്ടെങ്കിലും നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്ത് ഞാൻ ആദ്യമേ ഒരു ചാർജ്ഡ് ഷീറ്റ്, ഏതെങ്കിലും ഒരു ചാർജ്ഡ് ഷീറ്റ്
ഈ ചാർജ്ഡ് ഷീറ്റിനകത്തിൽ ഞാൻ ക്യൂ ചാർജ്, ഞാൻ പോസിറ്റീവ് ചാർജ് എപ്പോഴും എടുക്കാൻ കാരണം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പം റേഡിയലി ഔട്ട്വേർഡ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർട്സ് ആകുമെന്നേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്സ്, അല്ലാതെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നതുകൊണ്ട് നോ അതർ മാറ്റർ. അപ്പോൾ ഒരു ക്യൂ ചാർജ് പോസിറ്റീവ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഏരിയ എ ആണെന്ന് കരുതുക. അപ്പോൾ ഏരിയ ഉള്ള ഒരു ഷീറ്റിനകത്തിൽ ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ്ഡ് ഷീറ്റിൽ നിന്ന് R അകലത്തിലുള്ള ഒരു പോയിന്റാണ് P എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന പോയിന്റിൽ ഈ ചാർജ്ഡ് ഷീറ്റ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മുടെ ഇടയ്ക്ക് ഒരു ചോദ്യം വരുന്നു. അപ്പോൾ ഇതിൽ പോയിന്റ് ചാർജ് അല്ലെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പോയിന്റ് ചാർജ്, എന്തുകൊണ്ടാണ് ഇതിന് പോയിന്റ് ചാർജ് അല്ലെന്ന് നമ്മൾ പറയുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ ഇതേ കൂട്ട് തന്നെ ചെയ്യാമായിരുന്നു. നമ്മൾ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ ഇട്ടാൽ എന്താണ് പ്രശ്നം വരുന്നത്? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കാണും. ആ പോയിന്റ് മൂലം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ചാർജ് കാണും. ആ പോയിന്റ് ചാർജ് മൂലം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ പല പല ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓരോ പോയിന്റിൽ നിന്ന് ഓരോ ഡയറക്ഷനിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെക്ടർ അഡീഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോമ്പോണൻസ്, ഓപ്പോസിറ്റ് കോമ്പോണൻസ്, ഈക്വലി ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് വെച്ച് ക്യാൻസൽ ആയി പോകും. പിന്നെ ഒരേ ഡയറക്ഷനിലുള്ള കോമ്പോണൻസ് ആഡ് ചെയ്യാനൊക്കെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ ഒത്തിരി ജോലിപ്പാടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാർജ് ഡെൻസിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കേണ്ടി വന്നത്. അപ്പോൾ R അകലത്തിലുള്ള ഒരു പോയിന്റാണ് P എന്ന് കരുതുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് തന്നെ ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനായിട്ട് ആദ്യം തന്നെ DQ എന്ന് പറയുന്ന ഒരു പോയിന്റ്, DQ എന്ന് പറയുന്ന ഒരു DQ ചാർജുള്ള ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ DQ ചാർജുള്ള ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുക. ആ DQ പോയിന്റ് ചാർജ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ DQ എന്ന് പറയുന്ന ഈ പോയിന്റ് ചാർജ് R അകലത്തിലുള്ള P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് DE എന്ന് വിളിക്കാം. അപ്പോൾ DE ഈസ് ഈക്വൽ ടു KdQ/R² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ ചാർജ് DQ ഈസ് ഈക്വൽ ടു DE ഈസ് ഈക്വൽ ടു KdQ/R². ഇനി നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷൻ ഇവിടെ ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നാം. ചിലർ ആദ്യമായിട്ടായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ മാത്തമാറ്റിക്കൽ ടൂൾ ഫോർ ഫിസിക്സ് ഇൻ മലയാളം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ 1-2 വീഡിയോകൾ കാണാൻ സാധിക്കും. ആ 1-2 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ കോൺസെപ്റ്റ്, ഫിസിക്സിന് വേണ്ടി ഇൻ്റഗ്രേഷൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയാകും. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഒന്നും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഇൻ്റഗ്രേഷൻ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ DE ഈസ് ഈക്വൽ ടു KdQ/R². ഇനി ഈ DQ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഓരോ DQവിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഈ ദൂരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ DE ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഈ ടോട്ടൽ ഏരിയ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നു KdQ/R². ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ കൂട്ട് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ റോൾ ഇവിടെ വരും. നമുക്ക് DQ എത്രയാണെന്ന് അളന്ന് എഴുതാൻ നമ്മുടെ കയ്യിൽ ഒരു മാർഗ്ഗമില്ല. ഇലക്ട്രോണിനെ നമുക്ക് എണ്ണി എടുക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിഗ്മ എന്ന ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചു. അത് DQ/dA ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ DQ ഈസ് ഈക്വൽ ടു സിഗ്മ DA എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DE എന്ന് പറയുന്നത് E ആണ്. K വെളിയിൽ വരും. ഇൻ്റഗ്രൽ DQവിന് പകരം സിഗ്മ DA/R². ലിമിറ്റ് ഫുൾ ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ K സിഗ്മ വെളിയിൽ, ബാക്കിയുള്ളത് DA/R². ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ ചാർജ്ഡ് ഷീറ്റ് ഓഫ് ഏരിയ A കിട്ടും. എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ മെറ്റാലിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ചാർജ്ഡ് ഷീറ്റ് ഓഫ് ഏരിയ A. അത് നമുക്ക് എങ്ങനെ വേണേലും, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും ഇത്
പറയാൻ സാധിക്കും. അപ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ചെയ്തു പോയ ആ രീതി കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E is equal to K സിഗ്മ ഇൻ്റഗ്രൽ dA/r² എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ വരും? K ലാംഡ ഇൻ്റഗ്രൽ ഫുൾ ലെങ്ത്ത്, ആ ഒരു പാറ്റേൺ ഓർമ്മയിരിക്കണം. ഫുൾ ലെങ്ത്ത് dL/r² എന്ന് ഇങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് ഇങ്ങനെയൊക്കെ വരുമോ എന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ തന്നെ വരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാൻ തുടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊന്നും നിങ്ങളുടെ ബോർഡ് എക്സാമിന്, കേരള സിലബസിൻ്റെ ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും അല്ല. പക്ഷേ ഫിസിക്സ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് NCERT പുസ്തകത്തിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് മറ്റ് കോൺസെപ്റ്റുകൾ, മറ്റ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ സഹായകരമായിട്ട് മാറും. ഇനി നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു വയർ, ഒരു ചാർജ്ഡ് മെറ്റാലിക് വയർ, അപ്പോൾ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ചാർജ്ഡ് മെറ്റാലിക് വയർ, Q ചാർജ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. ഇതിൻ്റെ ലെങ്ത്ത് L ആണെന്നും കരുതുക. അപ്പോൾ L ലെങ്ത് ഉള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ Q ചാർജ് ആണ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K ലാംഡ ഇൻ്റഗ്രൽ ഹോൾ ലെങ്ത് dL/r² എന്ന് വരും. പക്ഷെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു ഡെറിവേഷൻ രൂപത്തിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ K ലാംഡ dL/r² എന്നാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് നേരത്തെ കരുതി കൂട്ട് തന്നെ r അകലത്തിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഒരു സ്മോൾ എലമെൻറ്റ് dQനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ dQ മൂലം P പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, സ്മോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് K dQ/r² എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി അറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു dQ/dL. അപ്പോൾ അവിടെ നിന്ന് dQനെ നമുക്ക് എങ്ങനെ എഴുതാം? dQ ഈസ് ഈക്വൽ ടു ലാംഡ dL എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് വാല്യൂ ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന അവസരത്തിൽ നമുക്ക് ഈ ഫോർമുല ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ഇതല്ല. ഞാൻ പറഞ്ഞു ഈ സെക്ഷൻ്റെ അവസാനം ഗോസ് ലോ എന്ന് പറയുന്ന ഒരു ലോ പഠിക്കും. അപ്പോൾ ഗോസ് ലോയുടെ 1-2 ആപ്ലിക്കേഷൻ, ഗോസ് ലോയുടെ സഹായമില്ലാതെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വഴി നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഒരു ഡെറിവേഷൻ രൂപേണ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആസ് ദ പെർസ്പെക്റ്റീവ് ഓഫ് യുവർ ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ചാർജ്, ഈ L ലെങ്ത് ഉള്ള ഒരു ചാർജ്ഡ് വയർ, Q ചാർജ് ഈ L ലെങ്ത്തിനകത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ചാർജിൽ നിന്ന് r അകലത്തിലുള്ള ഒരു പോയിൻ്റാണ് P. അപ്പോൾ ഈ P എന്ന പോയിന്റിൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്ട്രെയിറ്റ് വയറിനകത്തിലാണ് വരുന്നതെങ്കിൽ 2 കേസ് ഉണ്ടാകും. ഒന്ന് ആക്സിയൽ പോയിന്റ്, നമ്മുടെ ഈ ചാർജിൻ്റെ എലോങ് ആയിട്ടൊരു പോയിന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ പോയിന്റ്. മറ്റൊന്ന് ആക്സിയൽ പോയിന്റ് ഒഴികെയുള്ള യൂണിവേഴ്സിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് ആക്സിയൽ പോയിന്റ് ഈ ആക്സിസിലൂടെയാണ് വരുന്നത്. ഈ വയറിനെ ഞാനൊന്ന് തിരിച്ചു വരച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ആക്സിസിലൂടെയാണ് വരുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കാം. അപ്പോൾ ഈ ചാർജ് മൂലം ഈ പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഈ പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതും അല്ലെങ്കിൽ ഈ പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് അതായിരിക്കും വരുന്നത്. അപ്പോൾ 2 കേസാണ്. ഒന്ന് ആക്സിയൽ പോയിന്റിൽ, മറ്റേത് യൂണിവേഴ്സിലെ മറ്റേതെങ്കിലും ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്.
അപ്പോൾ ഈ എൽ ലെങ്ത് ഉള്ള ഈ ഒരു ചാർജ്ഡ് വയറിൽ നിന്ന് r അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് കരുതുക. അപ്പോൾ Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ എ സ്മോൾ എലമെന്റ് dq. ഈ dq എന്ന് പറയുന്ന സ്മോൾ എലമെന്റിന്റെ ലെങ്ത് dx ആണെന്ന് കരുതുക. എന്താണ്? dq എന്ന് പറയുന്ന സ്മോൾ എലമെന്റ്, എ വെരി സ്മോൾ എലമെന്റ് ആണ് dq എന്ന് പറയുന്നത്. ആ വെരി സ്മോൾ എലമെന്റിന്റെ ലെങ്ത് ആണ് dx എന്ന് കരുതുക. ഈ dq എന്ന് പറയുന്ന ഈ വെരി സ്മോൾ എലമെന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും x അകലത്തിലാണെന്ന് കരുതുക. x ദൂരെയാണ് ഈ സ്മോൾ dq എന്ന് കരുതുക. P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് x അകലത്തിലാണ് എ സ്മോൾ ചാർജ് dq. ഈ dqന്റെ ലെങ്ത് ആണ് dx എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ dq മൂലം ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്മോൾ ചാർജ് dq എന്ന് പറയുമ്പോൾ k dq ബൈ r സ്ക്വയർ അല്ല ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. പോയിന്റ് ചാർജ് മൂലം നമ്മൾ എപ്പോഴും r സ്ക്വയർ ആണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് എത്ര? x ആണല്ലോ. പോയിന്റ് ചാർജ് ഇവിടെ, r എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം, അതുകൊണ്ട് r സ്ക്വയർ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ r എന്ന് എടുക്കുന്നില്ല, a എന്ന് എടുക്കാം. അപ്പോൾ ഈ ചാർജിൽ നിന്ന് a അകലത്തിലുള്ള പോയിന്റ് ആണ് P എന്ന് എഴുതുക. അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഈ dqയിൽ നിന്ന് x അകലത്തിലാണ് P എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് x സ്ക്വയർ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ DE ഈസ് ഈക്വൽ ടു k dq ബൈ എക്സ് സ്ക്വയർ. ഇനി ഈ dqയിൽ നിന്ന് നമ്മൾ ഓരോ പോയിന്റിൽ നിന്നും എടുക്കും. നേരത്തെ പറഞ്ഞു കൂട്ട് ഈ dq എന്ന് പറയുന്ന പോയിന്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റിൽ നമ്മൾ ഈ dqനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. DEയെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ DE ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ k dq ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാ? എക്സിന് a തൊട്ട്, അതായത് എക്സിന് a കൊടുക്കുമ്പോൾ x ഈസ് ഈക്വൽ ടു a എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലയോ? x ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് ഈ പോയിന്റാ. x ഈസ് ഈക്വൽ ടു a തൊട്ട് x ഈസ് ഈക്വൽ ടു a പ്ലസ് എൽ. a പ്ലസ് എൽ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് a എന്ന് പറയുന്ന ഈ ലെങ്ത് പ്ലസ് എൽ എന്ന് പറയുന്ന ഈ ലെങ്ത്. അപ്പോൾ x ഈസ് ഈക്വൽ ടു a പ്ലസ് എൽ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് x ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്ന ഈ പോയിന്റ് തൊട്ട് x ഈസ് ഈക്വൽ ടു a പ്ലസ് എൽ എന്ന് പറയുന്ന ഈ പോയിന്റ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ a ടു a പ്ലസ് എൽ. അപ്പോൾ a തൊട്ട് a പ്ലസ് എൽ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ DE ഈസ് ഈക്വൽ ടു k dq ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇവിടെ നിന്ന് ഇൻ്റഗ്രൽ DE വെക്ടർ E, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ DE ഈസ് ഈക്വൽ ടു E, k കോൺസ്റ്റന്റ് ആണ്, k വെളിയിൽ വരും. ഇൻ്റഗ്രൽ dq ബൈ എക്സ് സ്ക്വയർ. ഇൻ്റഗ്രൽ എവിടം തൊട്ട് എവിടം വരെയാണ്? a തൊട്ട് a പ്ലസ് എൽ വരെ. ഇനി നമുക്ക് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു q ബൈ എൽ. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ഈസ് ഈക്വൽ ടു q ബൈ എൽ ആണല്ലോ. q ടോട്ടൽ ചാർജും ലെങ്ത് എല്ലും. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന dq എന്ന് പറയുന്ന വെരി സ്മോൾ ചാർജിനെയാണ്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു dq ബൈ ആ dq എന്ന് പറയുന്ന വെരി സ്മോൾ ലെങ്ത്തിന്റെ ലെങ്ത് എത്രയാണ്? dx ആണ്. അപ്പോൾ dq ബൈ dx. നമ്മൾ എന്താണ് ചാർജ് ഡെൻസിറ്റി പഠിച്ചത്? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ടോട്ടൽ ചാർജ് ഈ ചെറിയ സെഗ്മെന്റിനകത്ത് dq ആണ്, അതിന്റെ ടോട്ടൽ ലെങ്ത് dx ആണ്. ചിലർക്ക് കൺഫ്യൂഷൻ വരെ ഇവിടെ എന്തുകൊണ്ട് എൽ ഉപയോഗിച്ചില്ലെന്ന്. എൽ എന്ന് പറയുന്ന നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ടോട്ടൽ ചാർജ് ആയിട്ടുള്ള q കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ dq ആണ് കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ dq ബൈ dx എന്ന് എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സർഫസ് ചാർജ് ഡെൻസിറ്റിയിലും വോളിയം ചാർജ് ഡെൻസിറ്റിയിലും എല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ഡെറിവേഷൻ ചെയ്യുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു dq ബൈ dx. അതാണ് ഈ സ്മോൾ ചാർജിന്. നമ്മൾ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എഴുതുവാണെങ്കിൽ രണ്ടും ഒരേ വില തന്നെ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട അതാണ്. q ബൈ എല്ലും dq ബൈ dx ഒക്കെ ഒരേ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു dq ബൈ dx. അപ്പൊ ഇവിടെ നിന്ന് dq ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? dq ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dx എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു k ഇന്റഗ്രൽ a ടു a പ്ലസ് എൽ dq ന് പകരം ലാംഡ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ക്ഷമിക്കണം, നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ പട്ടിയുടെ കൊല കാരണം നിർത്തേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ 2 തവണ റെക്കോർഡ് ചെയ്തെങ്കിലും
ഓഡിയോ റെക്കോർഡായി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗം തന്നെ ഒന്നുകൂടെ റൈറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ കണ്ടന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡി ക്യു ഈസ് ഈക്വൽ ടു ലാംഡ ഡി എക്സ് എന്നാണ്. അതായത് ഡി ക്യു ഈസ് ഈക്വൽ ടു ലാംഡ ഡി എക്സ്. ഈ ചെറിയ പോർഷനിലുള്ള ചാർജ് ഡി ക്യു അതിൻ്റെ ലെങ്ത് ഡി എക്സും ആണെങ്കിൽ അവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ഡി ക്യുവിന് പകരം നമ്മൾ ലാംഡ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത എഴുതുകയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാംഡ കോൺസ്റ്റന്റ് ആണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കെയും കോൺസ്റ്റന്റ് ആണ്, കെ വെളിയിൽ എടുത്തിരുന്നു. ലാംഡയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാംഡയും വെളിയിൽ എടുക്കാം. അപ്പോൾ കെ ലാംഡ ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് എൽ 1/x² dx. 1/x² നമുക്ക് x⁻² എന്ന് എഴുതാൻ പറ്റും. 1/x² നമുക്ക് x⁻² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ലാംഡ വെളിയിൽ പോയി കഴിഞ്ഞാൽ x⁻² dx എന്ന് അവശേഷിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ x⁻n dx എന്താണ്? നമ്മൾ ഈ വർഷം ഇൻ്റഗ്രേഷനകത്തിൽ പഠിക്കും. പിന്നെ കഴിഞ്ഞ വർഷം ഫിസിക്സിനകത്തിൽ തന്നെ ചില ഡെറിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1/n+1 എന്ന ഫോർമുല പ്ലസ് സി. ഇവിടെ ലിമിറ്റ് ഉള്ള ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് സിയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ഇൻ്റഗ്രേഷനകത്തിൽ എന്തെങ്കിലും ഡൗട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി മാത്തമാറ്റിക്കൽ ടൂൾ ഫോർ ഫിസിക്സ് എന്ന ആ സെക്ഷനകത്തിൽ ഇൻ്റഗ്രേഷൻ ആ 2 വീഡിയോസ് ഉണ്ട്, 10-15 മിനിറ്റിൻ്റെ 2 വീഡിയോസ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇൻ്റഗ്രേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പോൾ ഇൻ്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1/n+1. ഞാൻ ആ ഫോർമുല ഇവിടോട്ടൊന്ന് എഴുതാം, ഇതൊന്ന് തുടയ്ക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1/n+1. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ x⁻² dx ആണ്. അപ്പോൾ x⁻² dx ആകുമ്പോൾ നമുക്ക് x⁻² ഇവിടെ ഇൻ്റഗ്രൽ x⁻² dx എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x⁻² ഡിവൈഡഡ് ബൈ -2 + 1. -2 + 1 -1 ആണ്. അപ്പോൾ x⁻² + 1 which is equal to x⁻1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. അതായത് -1/x. അപ്പോൾ x⁻² dxന്റെ ഉത്തരം -1/x ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് അടുത്ത ടൈമിൽ -1/x എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു കെ ലാംഡ ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് എൽ x⁻² dxനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ -1/x എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് -1/x, അതിനുശേഷം ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും അതേ കൂട്ട് തന്നെ കൊടുക്കും, a പ്ലസ് എൽ. ഇനി ലിമിറ്റ് ഇട്ട് ഇത് സോൾവ് ചെയ്യും. കെ ലാംഡ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാ. അപ്പോൾ -1/a പ്ലസ് എൽ -1/a. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തത് എങ്ങനെയാണ്? a പ്ലസ് എൽ 1/a പ്ലസ് എൽ മൈനസ് ഇതിൻ്റെ മൈനസ് പിന്നീട് ഇട്ടു. അപ്പർ ലിമിറ്റ് -1/a. മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആകും. അപ്പോൾ കെ ലാംഡ, ആ പ്ലസ് ഞാൻ ആദ്യം എഴുതുകയാണ്, 1/a -1/a പ്ലസ് എൽ. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കെ ലാംഡ a പ്ലസ് എൽ മൈനസ് a ഡിവൈഡഡ് ബൈ a ഇൻറ്റു a പ്ലസ് എൽ എന്ന് ലഭിക്കും. എയും -aയും കൂടെ വെട്ടിപ്പോകും. അപ്പോൾ കെ ലാംഡ എൽ ഡിവൈഡഡ് ബൈ a ഇൻറ്റു a പ്ലസ് എൽ എന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അവസാനത്തെ ഉത്തരം കിട്ടും. ഇനി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു Q/L. ടോട്ടൽ ചാർജ് ഇൻറ്റൻസിറ്റിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ Q ചാർജ് L ലെങ്ത്തിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു Q/L. അപ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു ലാംഡ L നമുക്ക് ലഭിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു Q/L. ചെറിയ ചാർജ് ഡെൻസിറ്റി നോക്കിയപ്പോഴായിരുന്നു നമ്മൾ dQ/dx എന്ന് എഴുതി. ടോട്ടൽ ചാർജ് ഡെൻസിറ്റി നോക്കിയപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു Q/L. അപ്പോൾ Q ഈസ് ഈക്വൽ ടു ലാംഡ L നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ലാംഡ എല്ലിന് പകരം Q എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു കെ Q
divided by A into A plus L. Note the formula, a very much important formula for your competitive exams. ബോർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രാധാന്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു ലീനിയർ വയറിനകത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ആ വയറിന്റെ ആക്സിയൽ പോയിന്റിൽ നിന്ന് എ അകലത്തിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ കെ ക്യൂ ബൈ എ ഇൻറ്റു എ പ്ലസ് എൽ. കെ നമ്മുടെ 1/4πε0, ക്യൂ ഈ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ എത്രയാണ് ചാർജ് എന്നുള്ളത്, എ ദൂരം, അവിടെ നിന്നുള്ള ദൂരം, ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം, എല് ചാർജ്ഡ് വയറിന്റെ ലെങ്ത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ലീനിയർ ചാർജ് ഡെൻസിറ്റി വഴി നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മളിപ്പോൾ ആക്സിയൽ പോയിന്റ് ആണ് പറഞ്ഞതെങ്കിൽ യൂണിവേഴ്സിൽ മറ്റേതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ആക്സിയൽ പോയിന്റ് ആണ് പറഞ്ഞത്, ഇനി ആക്സിയൽ പോയിന്റ് ഒഴികെയുള്ള മറ്റേതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയും അതിനുശേഷം ഒരു സർക്കിളിന്റെ ആക്സിസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, ഒരു സർക്കിളിന്റെ ആക്സിസ് ആണ് ഇതെങ്കിൽ ഈ ആക്സിസിലുള്ള ഇന്റൻസിറ്റിയും ഒക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.